Hello friends, we have already previous year questions, nursing in the RRB previous year questions discuss so the previous videos പോയിട്ട് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റിവിഷൻ ക്ലാസ് അല്ലെങ്കിൽ അത് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു അനദർ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് സെഷനിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സർജിക്കൽ റിമൂവൽ ഓഫ് ദി എൻറ്റയർ ഐ അലോങ് വിത്ത് എ പാർട്ട് ഓഫ് ദി ഒപ്റ്റിക് നെർവ് ഈസ് ടേംഡ് ആസ്. അപ്പോൾ എൻറ്റയർ eye with a part of optic nerve. Optic nerve in ഒരു പാർട്ടും ആൻഡ് എൻറ്റയർ ഐയും റിമൂവ് ചെയ്യുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിന് വിളിക്കുന്ന പേര് എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻസിൽ നമുക്ക് കെറട്ടോമിലീഷ്യസ് ഉണ്ട്, എന്യൂക്ലിയേഷൻ ഉണ്ട്, കെറട്ടോട്ടമി ഉണ്ട്, വിട്രിയോ റെറ്റിനൽ സർജറി ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം അല്ലേ, എൻറ്റയർ ഐ ആണ് റിമൂവ് ചെയ്യുന്നത് വിത്ത് എ പാർട്ട് ഓഫ് ഒപ്റ്റിക് നെർവ്. സോ അപ്പോൾ ദ എൻറ്റയർ ഐബോൾ ഈസ് റിമൂവ്ഡ് ഫ്രം ദി ഓർബിറ്റ് എന്നുള്ളതാണ്. സോ അപ്പോൾ ദ ഓപ്ഷൻ, റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്യൂക്ലിയേഷൻ ആണ്. സോ ഹോൾ ഐബോൾ ഫ്രം വിത്ത് എ പാർട്ട് ഓഫ് ഒപ്റ്റിക് നെർവ് ഈസ് റിമൂവ്ഡ് ഫ്രം ദി ഓർബിറ്റ് അല്ലേ. സോ അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്യൂക്ലിയേഷൻ എന്നാണ്. അപ്പോൾ എന്യൂക്ലിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ എന്യൂക്ലിയേഷൻ എന്ന് പറയുമ്പോൾ ഈസ് ദി റിമൂവൽ ഓഫ് ദി എൻറ്റയർ ഐ. സോ എൻറ്റയർ ഐ നമ്മൾ ഓർബിറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാണ് അലോങ് വിത്ത് എ പാർട്ട് ഓഫ് ദി ഒപ്റ്റിക് നെർവ്. സോ അപ്പോൾ എൻറ്റയർ ഐ വിത്ത് എ പാർട്ട് ഓഫ് ഒപ്റ്റിക് നെർവ് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എന്യൂക്ലിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് എന്താ പറയുക, ഓഫ്താൽമോളജിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു മേജർ സർജറി ആണത്. സോ ഇൻ ദി പ്രസൻസ് എറ നമ്മളിപ്പോൾ റീസെൻറ്റ് ടൈംസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്യൂക്ലിയേഷൻ എന്നുള്ളത് മാറിയിട്ട് എവിസറേഷൻ എന്ന് പറയുന്നുണ്ട്. സോ എവിസറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ദി റിമൂവൽ ഓഫ് ഓൺലി കണ്ടന്റ് ഓഫ് ദി ഐസ് ആൻഡ് ലീവിങ് ബിഹൈൻഡ് ദി സ്ക്ലീറ. സോ അപ്പോൾ ആ ഒരു ഐബോളിനകത്തുള്ള കണ്ടന്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐസിനുള്ളിലുള്ള കണ്ടന്റിനെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു സ്ക്ലീറ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് എവിസറേഷൻ. അതായത് വിസറൽ കണ്ടന്റ്സിനെയൊക്കെ നമ്മൾ ഐബോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. വി ആർ നോട്ട് റിമൂവിങ് ദി ഹോൾ ഐബോൾ ആസ് ഇറ്റ് ഈസ്. നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, അതിൻ്റെ ഇന്നർ കണ്ടന്റ്സിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. സോ എവിസറേഷൻ എന്നാണ് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേര്. സോ അപ്പോൾ what is enucleation and what is evisceration എന്ന് നോക്കുകയാണെങ്കിൽ enucleation means the removal of the entire eyeball അല്ലെങ്കിൽ whole eye with a part of optic nerve. അതിനെയാണ് നമ്മൾ enucleation എന്ന് വിളിക്കുന്നത്. അതേസമയത്ത് റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറാണ് evisceration, which means എന്താണ്, നമ്മുടെ ആ ഒരു കണ്ടന്റ്സ് ഓഫ് ദി ഐനെ മാത്രം റിമൂവ് ചെയ്യുന്നു, ലീവിങ് ബിഹൈൻഡ് ദി സ്ക്ലീറ. ക്ലിയർ? സോ ബാക്കി ഓപ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കെറട്ടോമിലീഷ്യസ്. വാട്ട് ഈസ് കെറട്ടോമിലീഷ്യസ് എന്ന് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, സോ അപ്പോൾ കെറട്ടോമിലീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോർണിയൽ സർജറിയാണ്. അതായത് കോർണിയയെ ഒന്ന് റീഷേപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട് എന്ന് നോക്കുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോർണിയൽ റീഷേപ്പിംഗ് സർജറിയാണ് കെറട്ടോമിലീഷ്യസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അവിടെ നമ്മൾ എൻറ്റയർ റിമൂവൽ ഒന്നും അല്ല ചെയ്യുന്ന ഒരു റീഷേപ്പിംഗ് സർജറി ഓഫ് ദി കോർണിയ ടു കറക്റ്റ് ദി റിഫ്രാക്റ്റീവ് എറേഴ്സ് ഓഫ് ദി ഐ. ഓക്കെ, സോ അതേപോലെ കെറട്ടോട്ടമി എന്ന് പറയുമ്പോഴും ദാറ്റ് ഈസ് ഓൾസോ സെയിം തന്നെയാണ്. അവിടെ മീൻസ് എന്താ പറയുക, ഒരു റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ്. അവിടെ ഇൻസിഷൻസ് ഓഫ് ദി കോർണിയാണ് ചെയ്യുന്നത്. ഇൻസിഷൻസ് ആർ മെയ്ഡ്, പാർഷ്യൽ തിക്നെസ് ഇൻസിഷൻസ് ആണ് ചെയ്യുന്നത് കൂടുതലും. സോ അപ്പോൾ പാർഷ്യൽ തിക്നെസ്, അതാണ് ഞാൻ ഷോർട്ടായിട്ട് PT എന്ന് എഴുതിയിട്ടുണ്ട്. സോ അപ്പോൾ പാർഷ്യൽ തിക്നെസ് ഇൻസിഷൻസ് ആർ മെയ്ഡ് ഓൺ ദി കോർണിയ ടു കറക്റ്റ് ദി ആ ഒരു ഷേപ്പിൽ വരുന്ന ചേഞ്ചസ് കാരണം വരുന്ന റിഫ്രാക്റ്റീവ് എറേഴ്സിനെയൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും എന്ത് തന്നെയാണ്, റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർജറിയാണ് എന്തെന്ന് പറയുക, കെറട്ടോട്ടമി എന്ന് പറയുന്നത്. സോ അപ്പോൾ കെറട്ടോമിലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോർണിയൽ റീഷേപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത്, റിഫ്രാക്റ്റീവ് എറേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെറട്ടോട്ടമി എന്ന് പറയുമ്പോൾ അവിടെ പാർഷ്യൽ തിക്നെസ് ഇൻസിഷൻസ് ആർ മെയ്ഡ് ഓൺ ദി കോർണിയ ടു ക്ലിയർ അല്ലെങ്കിൽ ടു കറക്റ്റ് ദി റിഫ്രാക്റ്റീവ് എറേഴ്സ് ഇറ്റ്സെൽഫ്. ക്ലിയർ? ദെൻ വിട്രിയോ റെറ്റിനൽ സർജറി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും എന്ത് തന്നെയാണ്, വിട്രിയോ റെറ്റിനൽ
സോ വിട്രിയോ റെറ്റിനൽ സർജറി നമുക്കറിയാം VR സർജറി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, സോ അപ്പോൾ അവിടെ എന്താണ് വിട്രിയസ് ഹ്യൂമർ അതുപോലെ തന്നെ റെറ്റിന അതിൻ്റെ ആ ഒരു കറക്ഷണൽ സർജറീസ് ആണ് അവിടെ വിട്രിയോ റെറ്റിനൽ സർജറി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കോമൺ ഐഡിയ വെച്ചിട്ട് നമുക്ക് ബാക്കി ഓപ്ഷൻസ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ന്യൂക്ലിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ ദ സർജിക്കൽ റിമൂവൽ ഓഫ് ദി ഐ entire eye with a part of optic nerve is called a nucleation. Clear? So next question like നമുക്ക് പോവാം. So next question എന്ന് പറയുന്നത് which is the hormone that increases water reabsorption by inserting a water channel or aquaporins. So അപ്പോൾ question ഒന്നും കൂടി careful ആയിട്ട് വായിക്കുക. Which is the hormone that increases water reabsorption? വാട്ടർ റീഅബ്സോർപ്ഷൻ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ദാറ്റ് ഇൻക്രീസസ് വാട്ടർ റീഅബ്സോർപ്ഷൻ. വാട്ടർ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ മെയിൻ തിങ് വി ഹാവ് ടു ഫോക്കസ് ഹിയർ ഈസ് ബൈ ഇൻസേർട്ടിങ് വാട്ടർ ചാനൽസ് ഓർ അക്വാപോറിൻസ്. അപ്പോൾ അക്വാപോറിൻസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അക്വാപോറിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സർട്ടൻ പ്രോട്ടീൻസ്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് that acts as a water channel. Okay, so water channels ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് പ്രോട്ടീൻസിനെയാണ് വി കളക്റ്റീവ്ലി കോൾഡ് ആസ് അക്വാപോറിൻസ്. അപ്പോൾ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്വാപോറിൻസ് ഇൻസേർട്ട് ചെയ്തിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ കൂട്ടുന്ന ഹോർമോൺ ഏതാണ്? സോ ദ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ, ആന്റി ഡയോററ്റിക് ഹോർമോൺ ആൻഡ് ഏട്രിയൽ നാട്രിയോററ്റിക് പെപ്റ്റൈഡ്. സോ അപ്പോൾ ഇവിടെ നമുക്കറിയാം 4 ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും കളക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. സോ വാട്ടർ റീഅബ്സോർപ്ഷൻ ഈസ് ദി മെയിൻ function of all these hormones that we know. Water balance അല്ലെങ്കിൽ electrolyte imbalance ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് electrolyte balance മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമുക്ക് വാട്ടർ റീഅബ്സോർപ്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഹോർമോൺസ് ആണ് ദിസ് 4 ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോടെൻസിൻ ആയിക്കോട്ടെ, നമുക്ക് BP ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഒക്കെ നമുക്കറിയാം അല്ലേ. സോ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ വാട്ടർ റിട്ടൻഷൻ ഈസ് ദ ഫങ്ഷൻ ഓഫ് ആൻജിയോടെൻസിൻ. അതുപോലെ ആൽഡോസ്റ്റിറോൺ ആയിക്കോട്ടെ, എന്താണ് ADH ആന്റി ഡയോററ്റിക് ഹോർമോൺ ആയിക്കോട്ടെ, ഏട്രിയൽ നാട്രിയോററ്റിക് പെപ്റ്റൈഡ് അല്ലേ. സോ അപ്പോൾ എല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെയൊക്കെ ഫംഗ്ഷൻ എന്താണ്? വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. ബട്ട് ദ തിങ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്വാപോറിൻസ് ഓർ വാട്ടർ ചാനൽസ് എന്ന് ചോദിക്കുമ്പോൾ ദ ആൻസർ ഈസ് ആന്റി ഡയോററ്റിക് ഹോർമോൺ. സോ അപ്പോൾ ആന്റി ഡയോററ്റിക് ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ADH എന്ന് വിളിക്കാറുണ്ട് അല്ലേ. ADH ഓർ വാസോപ്രസിൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. സോ വാസോപ്രസിൻ എന്നും അറിയപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് ADH അല്ലേ. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാസോപ്രസിൻ ഓർ അർജിനിൻ വാസോപ്രസിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ അർജിനിൻ വാസോപ്രസിൻ എന്ന് പറഞ്ഞാലും വാസോപ്രസിൻ എന്ന് പറഞ്ഞാലും ആന്റി ഡയോററ്റിക് ഹോർമോൺ എന്ന് പറഞ്ഞാലും ADH എന്ന് പറഞ്ഞാലും ദി സെയിം ആണ്. സോ എവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഹോർമോൺ ആണ് എന്ന് നമുക്ക് നോക്കാം. സോ വി നോ അല്ലെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് എന്ന് നമുക്ക്, സോറി നോട്ട് പിറ്റ്യൂട്ടറി. സോ അപ്പോൾ എവിടെ നിന്നാണ് ADH സെക്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. എവിടെ നിന്നാണ്? പിറ്റ്യൂട്ടറി ആണ്, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ, they are the hormones secreted by the posterior pituitary. We have anterior pituitary hormones and also posterior pituitary. Growth hormone, thyroid stimulating hormone ACTH, FSH, LH ഇതെല്ലാം നമുക്ക് anterior pituitary hormones ആണ്. And on the other hand നമുക്ക് posterior pituitary hormones ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? വാസോപ്രസിൻ, that means ADH അല്ലെങ്കിൽ അർജിനൈൻ വാസോപ്രസിൻ എന്ന് നമുക്ക് പറയാം, and also oxytocin. ഈ 2 ഹോർമോൺസ് ആണ് posterior pituitary hormones എന്ന് നമ്മൾ പഠിക്കുന്നത്. But it is given here that it is secreted by അല്ലെങ്കിൽ synthesized by the hypothalamus എന്ന് പറയുന്നുണ്ട്. സോ അവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കേണ്ടത്. The posterior pituitary hormones are synthesized by the hypothalamus and they are released into the bloodstream by the posterior pituitary. Okay, so അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്ത് വന്നിട്ട് ദേ ആർ സെക്രീറ്റഡ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം ബൈ ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അതാണ് ഒരു ഡിഫറൻസ്. സോ അപ്പോൾ അത് ക്ലിയർ ആക്കി വെക്കുക. ആൻഡ് ആൻജിയോടെൻസിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആൻജിയോടെൻസിൻ എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഹോർമോൺസ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദി ബ്ലഡ് പ്രഷർ ആൻഡ് ഫ്ലൂയിഡ് ഹോമിയോസ്റ്റേസിസ്. സോ അപ്പോൾ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഫ്ലൂയിഡ് ഹോമിയോസ്റ്റേസിസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ് ആൻജിയോടെൻസിൻ ഹോർമോൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഹോമിയോസ്റ്റേസിസ് മീൻസ് നമുക്കറിയാം അല്ലേ. സോ എന്താണ്? സോ അപ്പോൾ
ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മുടെ ചേഞ്ചിങ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനനുസരിച്ച് നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എടുക്കുന്ന ആ ഒരു ആക്ഷനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്നത്. സോ നെക്സ്റ്റ് ആൽഡോസ്റ്റിറോൺ ഹോർമോൺ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയും എന്ത് തന്നെയാണ്, വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, വാട്ടർ ബാലൻസും അതുപോലെ സോൾസിൻ്റെ ആ ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ആൻഡ് ഏട്രിയൽ നാട്രിയൂറിറ്റിക് പെപ്റ്റൈഡ് ANP എന്ന് പറയും. അതിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, സോൾട്ട് ആൻഡ് വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ദ തിങ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്വാപോറിൻസ് ഇവിടെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആൻറ്റി diuretic hormone or ADH, which is secreted synthesized by the അല്ലെങ്കിൽ produced by the hypothalamus and secreted into the bloodstream by posterior pituitary എന്നുള്ളത് ഓർക്കുക കേട്ടോ. So here is the third question. What is the average weight gain of the neonate per day? So the question എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ആവറേജ് വെയിറ്റ് ഗെയിൻ ഓഫ് ദി നിയോനേറ്റിനെയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 2 weeks അല്ലെങ്കിൽ 3. സോ വാട്ട് ഈസ് ദി ആവറേജ് വെയിറ്റ് ഗെയിൻ ഓഫ് ദി നിയോനേറ്റ്? അപ്പോൾ നിയോനേറ്റിൻ്റെ ആവറേജ് വെയിറ്റ് ഗെയിൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അപ്പോൾ നിയോനേറ്റ് എന്താണ് അല്ലെങ്കിൽ നിയോനേറ്റ് ആരാണ് നമുക്കറിയാം, ന്യൂ ബോൺ ബേബീസ് ആണ് എന്ന് നമുക്കറിയാം. സോ എന്താണ് 28 days അതിന് താഴെ ജനിച്ച് 28 ദിവസം ആകുന്നതിന് മുന്നേയുള്ള ആ ഒരു ബേബീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നിയോനേറ്റ്സ് എന്ന് വിളിക്കുക. സോ അപ്പോൾ അവരുടെ ആവറേജ് വെയിറ്റ് ഗെയിൻ പെർ ഡേ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ പെർ ഡേ ആ ഒരു നിയോനേറ്റിൻ്റെ വെയിറ്റ് ഗെയിൻ എത്രയാണ്? ഓപ്ഷൻസിൽ 100 to 150 grams ഉണ്ട്, 50 to 60 grams ഉണ്ട്, ആൻഡ് 25 to 30 grams, 5 to 10 grams. സോ അപ്പോൾ ഇത്രയും 4 ഓപ്ഷൻസ് ആണുള്ളത്. സോ അപ്പോൾ വി നോ അല്ലേ, ഒരു വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് ന്യൂട്രീഷണൽ അല്ലെങ്കിൽ എന്താണ് വേരിയസ് ഫാക്ടേഴ്സ്. ഒന്ന് ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാകും. എല്ലാവർക്കും സെയിം വെയിറ്റ് ഗെയിൻ തന്നെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ ദർ ഷുഡ് ബി എ റേഞ്ച്, നോർമൽ റേഞ്ച് ഷുഡ് ബി ദെയർ അല്ലേ. സോ അപ്പോൾ നമുക്കറിയാം ഒരു നോർമൽ ജസ്റ്റേഷണൽ ഏജ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് എത്രയാണ്, 37 weeks to 42, 37 to 42 weeks ആണ് നമുക്ക് വരുന്ന ഒരു നോർമൽ ജസ്റ്റേഷണൽ ഏജ് ഓഫ് എ ബേബി അല്ലെങ്കിൽ നോർമൽ ജസ്റ്റേഷണൽ പീരിയഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതെല്ലാം ചിലപ്പോൾ എന്താണ് ആ ഒരു നിയോനെറ്റ് പ്രിമച്യൂർ ആണെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് ഗെയിൻ അതുപോലെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതുപോലെ ന്യൂട്രീഷണൽ നീഡ്സ് ആയിക്കോട്ടെ, ന്യൂട്രീഷണൽ അവൈലബിലിറ്റി ആയിക്കോട്ടെ, അതുപോലെ അവർ ജസ്റ്റേഷണൽ ഏജ് പ്രിമച്യൂർ ആണോ അതോ ടേം ബേബി ആണോ പ്രീ ടേം ആണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് മേ വേരി. ബട്ട് ദ ആവറേജ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് അറൌണ്ട് 25 to 30 grams per day. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ശരി ഉത്തരം വരുന്നത്. സോ 25 to 30. അപ്പോൾ ഒരു നിയോനെറ്റ് എന്ന് പറയുമ്പോൾ ജനിച്ചിട്ട് 28 ദിവസം ആവുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ബേബീസിനെയാണ് നമ്മൾ നിയോനെറ്റ് എന്ന് വിളിക്കുന്നത്. നോർമൽ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത് 37 to 42 weeks ആണ് നമുക്കറിയാം. സോ ദ വെയിറ്റ് ഗെയിൻ ഓഫ് ദ നിയോനെറ്റ്സ് മേ വേരി വിത്ത് ദ ന്യൂട്രീഷണൽ അവൈലബിലിറ്റി, ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ഓൾസോ ദ ജസ്റ്റേഷണൽ ടേം ആണോ ടേം ആണോ എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ദറ്റ് മേ വേരി. ബട്ട് ദ ആവറേജ് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വിത്തിൻ 25 to 30 grams per day. ഓക്കെ. സോ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡസ് എ മിക്സ്ചർ ഓഫ് സർഫക്റ്റൻസ് കണ്ടെയ്ൻ? സോ അപ്പോൾ സർഫക്റ്റൻറ്റ് എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ. സോ സർഫക്റ്റൻറ്റ് ഈസ് സീൻ ഓൺ ലങ്സ്. നമുക്കറിയാം ലങ്സിലാണ് നമുക്ക് സർഫക്റ്റൻസ് വരുന്നത് ടു റെഡ്യൂസ് ദി സർഫസ് ടെൻഷൻ. എന്താണ് സർഫസ് ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് എന്താണ് ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി അല്ലേ, സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇത് സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർഫക്റ്റൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ട് ഓൾ തിങ്സ് എന്നുള്ളതാണ്. സോ ദ ഓപ്ഷൻസിൽ പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്, മ്യൂക്കസ് ആൻഡ് ക്ലോറൈഡ്, പ്രോട്ടീൻ ആൻഡ് ക്ലോറൈഡ്, ലിപ്പിഡ് ആൻഡ് ക്ലോറൈഡ്. സോ അപ്പോൾ സർഫക്റ്റൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ ദി ലങ്സ് ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് സീൻ ഇൻ ദി ലങ്സ് ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് ആ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ സർഫക്റ്റൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ സർഫക്റ്റൻ്റെ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് വാട്ട് ഇസ് കോൾഡ് സർഫക്റ്റൻ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ദ ഓപ്ഷൻ എന്താണ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, അതാണ് നമുക്ക് റൈറ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സോ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ലിപ്പിഡ്സും പ്രോട്ടീൻസും തമ്മിലുള്ള
ഒരു കോമ്പിനേഷൻ അങ്ങനെ വരുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അല്ലെങ്കിൽ സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സർഫക്റ്റൻറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മുടെ അതിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. സോ ദ കമ്പോസിഷൻ ഓഫ് പൾമണറി സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത് 90% ലിപ്പിഡ്സും ആൻഡ് 10% പ്രോട്ടീനാണ്. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസും ലിപ്പിഡ്സുമാണ് കോമ്പോസിഷനിൽ വരുന്നത്. 90% ആരാണ്? ലിപ്പിഡ്സ് ആണ്. ആൻഡ് ഓൺലി 10% contributes to proteins. Okay, contributed by protein, and it is also known as lecithin. Okay, lecithin എന്നും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ the function നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, to reduce the surface tension and to minimize the work during ബ്രീതിങ്. സോ അപ്പോൾ സർഫസ് ടെൻഷൻ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എഫേർട്ട് നമുക്ക് ബ്രീതിങ്ങിൻ്റെ സമയത്ത് കൊടുക്കേണ്ടി വരും. സോ അപ്പോൾ ആ ഒരു സർഫസ് ടെൻഷൻ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ റെസ്പിറേഷൻ്റെ സമയത്തുള്ള ആ ഒരു വർക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദി സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ആൽവിയോലെ. ആൽവിയോലയുടെ ആ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ കൊളാപ്സ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ചെയ്യില്ല അല്ലേ. സോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സർഫക്റ്റൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു സർഫസ് ടെൻഷൻ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ലങ്സ് വിൽ ബി കൊളാപ്സ്ഡ് അല്ലേ. സോ അപ്പോൾ അത് കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ അതിനെയാണ് നമ്മൾ സർഫക്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ ഒരു സർഫക്റ്റൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സെക്രീറ്റഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൽവിയോലാർ ടൈപ്പ് 2 സെൽസ്. ഓക്കെ, സോ അപ്പോൾ ലങ്സിലുള്ള ആൽവിയോലയിലെ ആൽവിയോലാർ 2 സെൽസ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് 2 സെൽസ്, ആൽവിയോലാർ ടൈപ്പ് 2 സെൽസ് ആണ് സർഫക്റ്റൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സർഫക്റ്റൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൽവിയോയുടെ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു സർഫസ് ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ടു റെഡ്യൂസ് ദി വർക്ക് ഡ്യൂറിങ് റെസ്പിറേഷൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ്. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ലിപ്പിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 90%, പ്രോട്ടീൻസ് 10% ആണ് ഒരു കമ്പോസിഷനിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as lecithin. These are the important points to remember. Okay, so the next question is, Bacillus cereus food poisoning is commonly associated with the consumption of Bacillus cereus. Bacillus cereus എന്ന് പറയുന്ന ആ ഒരു ഫുഡ് പോയ്സണിങ്, Bacillus cereus food poisoning, commonly it is associated with the consumption of which of the following foods? Option A fried rice ആണ്, option B green beans, and option C bottled honey, option D baked potato. സോ അപ്പോൾ ഇതിൽ 4 ഏത് കഴിക്കുമ്പോഴാണ് ഈ ബേസിലസ് സിറിയസ് ഫുഡ് പോയ്സണിങ് വരാനായിട്ട് ചാൻസ് കൂടുതൽ എന്ന് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഫ്രൈഡ് റൈസ്. ഓക്കെ, ഫ്രൈഡ് റൈസ് ആണ് ശരി ഉത്തരം. സോ ഏതിനാണ് അപ്പോൾ ബേസിലസ് സിറിയസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം ഇതിൽ ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഫുഡ് പോയ്സൺ ഉണ്ടാവാൻ അല്ലെങ്കിൽ ബേസിലസ് സിറിയസ് കൊണ്ടുള്ള ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ദ റൈറ്റ് ആൻസർ ഈസ് ഏതാണ്? ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ബേസിലസ് സിറിയസ് കൊണ്ടുണ്ടാവുന്ന ഫുഡ് പോയ്സണിങ്ങിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ്? ഫ്രൈഡ് റൈസ് സിൻഡ്രം. സോ ഫ്രൈഡ് റൈസ് സിൻഡ്രം എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ബേസിലസ് സിറിയസ് ഫുഡ് പോയ്സണിങ്. ഓക്കെ, സോ അപ്പോൾ ബേസിലസ് സിറിയസ് ഫുഡ് പോയ്സണിങ് എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്? ഫ്രൈഡ് റൈസ് സിൻഡ്രം എന്നൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. സോ ഇഫ് വി നോ ദിസ് പോയിന്റ് വി ക്യാൻ ഈസിലി ഗെറ്റ് ദി ആൻസർ അല്ലേ. സോ അപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോഴാണ് ബേസിലസ് സിറിയസ് കൊണ്ടുള്ള ഫുഡ് പോയ്സണിങ് കൂടുതൽ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് മെയിൻലി കോസസ് ഫ്രൈഡ് റൈസ് സിൻഡ്രം ഉണ്ടാക്കുന്നൊരു എന്താണ് മൈക്രോ ഓർഗാനിസം ആണ് ബേസിലസ് സിറിയസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്പ് ഓഫ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്താണ്? ഡയറിയ ആൻഡ് വോമിറ്റിംഗ് എല്ലാ മീൻസ് ഫുഡ് പോയ്സണിങ്ങിൻ്റെയും സിംറ്റംസ് ആണ്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്സ് ഓഫ് ടോക്സിൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബേസിലസ് സിറിയസിൽ നിന്ന് 2 ടൈപ്സ് ഓഫ് ടോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദേ വിൽ റിസൾട്ട് ഇൻ ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ആണ് അവരുടെ സിംറ്റംസ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കോളനൈസസ് ഇൻ അൺകുക്ക്ഡ് റൈസ്. അപ്പോൾ അൺകുക്ക്ഡ് റൈസ് നമുക്കപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒരു എന്താണ് ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് റെസിപ്പിയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ഹാഫ് കുക്ക്ഡ് റൈസ് ആയിരിക്കും അല്ലേ. സോ അപ്പോൾ അൺകുക്ക്ഡ് റൈസിൽ അവരെന്ത് ചെയ്യും? ഇത് കൊളനൈസ് ചെയ്യും. ബേസിലസ് സിറിയസ് എന്ന് പറയുന്ന ഓർഗാനിസം കൊളനൈസ് ചെയ്തിട്ട് സോ അങ്ങനെയാണ് നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ നിന്ന് പെട്ടെന്ന് ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നത്. ദാറ്റ് ഇസ് കോൾഡ് എസ് ഫ്രൈഡ് റൈസ് സിൻഡ്രോം. സോ ഓൾസോ പ്രിവെന്റ് ബാക്ടീരിയ ഹോട്ട് ഫുഡ് ടു ബി കെപ്റ്റ് എന്താണ് ഇൻ അറ്റ് 140 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അങ്ങനെ ഒരു അൺകുക്ക്ഡ് റൈസിൽ അവരെന്ത് ചെയ്യും? കൊളനൈസ് ചെയ്തിട്ടാണ് ഈ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു കീപ് ദി ഫുഡ് എന്താണ് അറ്റ് 140 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിൽ വെക്കണം. അല്ലെങ്കിൽ ആ ഒരു
ടെമ്പറേച്ചറിൽ താഴേക്ക് അല്ലെങ്കിൽ 40 ഡിഗ്രി സെൽഷ്യസിൽ താഴേക്ക് 40 ഡിഗ്രി ഫാരൻഹീറ്റിൽ താഴേക്ക് നമ്മൾ ആ ഒരു ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, അതൊരു ഫുഡ് പോയ്സണിങ് വരില്ല. ഓക്കെ, സോ അപ്പോൾ ബേസിലസ് സിറിയസ് ഫുഡ് പോയ്സണിങ് ഉണ്ടാവാനുള്ള മെയിൻ ഫുഡ് ഏതാണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് സിൻഡ്രം എന്ന് വിളിക്കുന്നുണ്ട്. സോ അവർ ഡയറിയ വോമിറ്റിംഗ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സിംറ്റംസ് ആയിട്ട് 2 types ഓഫ് ടോക്സിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഓൾസോ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ 140 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലേക്കോ അല്ലെങ്കിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴേക്കോ ഉള്ള ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡിനെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറേയധികം പോയിന്റ്സ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രീതിക്ക് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് കുറേയധികം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ കീപ് മൂവിങ് ഫോർവേഡ്. എല്ലാവർക്കും ഒരു എന്താ പറയുക, നമ്മുടെ ടാർഗറ്റ് ഗവൺമെൻറ് നഴ്സിംഗ് ജോബ്സ് ആണ്. സോ അപ്പോൾ ആ ഒരു ടാർഗറ്റിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.